നീ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ അതേ മുസ്ലിമാണോ? അന്നത് വലിയ കാര്യമായിട്ടെടുത്തില്ല. പക്ഷെ ആ ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മളൊരു മതിലിന് പണി തുടങ്ങിയായിരുന്നു. ആ മതിലുയർന്നു വന്നത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ച കുഞ്ഞു കുഞ്ഞു സൗഹൃദങ്ങളുടെ നടുവിലായിരുന്നു. അതൊന്നും കാര്യമാക്കാതെ പലതവണ കൂട്ടുകൂടാൻ ശ്രമിച്ചപ്പോഴും വേറെ ജാതിയാണ്, കൂടെ കൂട്ടാൻ കൊള്ളാത്തവരാണെന്നൊക്കെ പറഞ്ഞ് ഭൂരിഭാഗം ആൾക്കാരെ പോലെ എന്റെ മാതാപിതാക്കൾ ആ മതിലൽപ്പ് ഉയർത്തി കെട്ടി. അപ്പുറത്തെ ആളുകളുടെ സന്തോഷവും സങ്കടവും ഒന്നും കാണാതെ ഞാൻ എന്നിലേക്ക് ഒതുങ്ങി. ഞാൻ വളർന്നു, അതോടൊപ്പം മതിലും. കുലമൊഴിയണ് കലിക്കര കടലും പാടണം. കയ്യിൽ തീയറിയണ്, കണ്ണിൽ നീയറിയണ്, എന്തേ നാം പൊറിയണ്. ഒന്നേ നാം അറിയണ്, ഒന്നായി നാം വളരണം, പിമ്പേ അവർ തൊലയണ്. ഓഗസ്റ്റ് 13, 2018. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്തു. മഴയല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. സന്തോഷത്തോടെ ഞാൻ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. മഴയുടെ ശക്തി കൂടി, വെള്ളം വീണ്ടും ഉയർന്നു. ഞങ്ങൾ ചുറ്റും നോക്കി, രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. പോകെ പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്നുറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകളെ ചേർത്ത് പിടിച്ച് കണ്ണുകളിറക്കി ഞങ്ങൾ മരണത്തെ കാത്തു. പിന്നെ അവിടെ കേട്ട ആ ശബ്ദം ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല.
പലർക്കും ഉറ്റവരും ഉടയവരും പോയി, വീടുകൾ നഷ്ടമായി. പക്ഷെ ആ മതിൽ പണിയാൻ ഇനി ഞങ്ങൾ സമ്മതിക്കില്ല. നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായിട്ട്. കാരണം ഇത് കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. നേരിൽ വന്നേ